നമസ്കാരം. നിങ്ങൾ ഇപ്പോൾ അറിയണം എന്ന് ഭഗവാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ സന്ദേശത്തിലൂടെ ഇനി പരാമർശിക്കാനായി പോകുന്നത്. ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കുക. ഓം നമഃശിവായ എന്നോ ഭഗവാന്റെ മറ്റ് നാമങ്ങളോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളും മാച്ചായി വരുന്ന കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കുക. മറ്റ് കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയുക. ചില പ്രധാന കാര്യങ്ങൾ ആരംഭിക്കേണ്ടതും അല്ലെങ്കിൽ തുടക്കം കുറിക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നു. അത്തരം ചില കാര്യങ്ങളാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. ചില കാര്യങ്ങൾക്ക് നിങ്ങൾ മുന്നിട്ടിറങ്ങാൻ പോകുന്നു. അത്തരമൊരു സാഹചര്യം തന്നെയാണ് ഇവിടെ ഉള്ളത് എന്ന് കാണുന്നു. ചിലപ്പോൾ ഏതെങ്കിലും ജോലിക്ക് വേണ്ടിയുള്ള ശ്രമമായിരിക്കാം നിങ്ങൾ നടത്തുന്നത്. അത്തരം ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് അനുകൂലമായി വന്ന് ഭവിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാകുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും സാമ്പത്തികപരമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള എന്തെങ്കിലും പരിശ്രമങ്ങൾ നിങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ടുമാകാം. അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഏതെങ്കിലും പ്രശ്നത്തിന് പരിഹരിക്കാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുവാനായി സാധിച്ചിട്ടുള്ളതാകുന്നു. ഇത്തരത്തിൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ നടത്തിയെടുക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു തുടക്കം കുറിക്കുവാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് നിങ്ങൾ ഉള്ളത് എന്നാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. തീർച്ചയായും നിങ്ങളുടെ പരിശ്രമത്തിന് ഒരു വിജയം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും എന്ന് തന്നെയാണ് പരാമർശിക്കുവാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ശ്രമങ്ങൾ അത് വെറുതെയാവില്ല എന്നൊരു സന്ദേശം ഭഗവാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതാകുന്നു. അതേപോലെ തന്നെ ജീവിതത്തിൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രധാനമായും നെഗറ്റീവായ ചില കാര്യങ്ങൾ, തടസ്സങ്ങൾ മാറി ജീവിതത്തിലേക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്നും ഭഗവാൻ അർത്ഥമാക്കുന്നു. പുതുവെളിച്ചത്തിലേക്ക് ജീവിതം എത്തിച്ചേരണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. അതിനാൽ അത്തരം ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നു എന്നും ചില കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നും കാണുന്നു. പ്രതീക്ഷയാണ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാനായി പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പരാമർശിക്കുന്നത്. തീർച്ചയായും പലപ്പോഴും ഓരോ കാര്യങ്ങൾ ജീവിതത്തിൽ അപ്രതീക്ഷിതമായാണ് സംഭവിക്കുന്നത്. അഥവാ തളർത്തി കളയുന്നതായ ചില കാര്യങ്ങളാണ് ജീവിതത്തിൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. എന്നാൽ തളർന്നു പോകാതെ ഭഗവാനിലുള്ള വിശ്വാസവും പ്രതീക്ഷയും നിങ്ങളെ നിലനിർത്തുന്നു, അല്ലെങ്കിൽ മുന്നോട്ട് പോകുവാനുള്ള ഊർജം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നു എന്നാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുരോഗതി അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ വന്ന് ചേരാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങളിൽ പലരുടെയും മുൻപിലുള്ള ജീവിതത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ജീവിതത്തിൽ ആയാലും ചില ദുഷ്ടശക്തികൾ നിങ്ങളുടെ വളർച്ചയെ അസൂയപ്പെടുന്ന ചില മോശം വ്യക്തികളുടെ മോശം പ്രവൃത്തികൾ, ദുഷിച്ച വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഇല്ലാതാക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും വ്യക്തമായി ചിന്തിക്കാൻ സാധിക്കാത്തതായ സാഹചര്യം സൃഷ്ടിക്കുന്നു എന്ന് കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങളിൽ നിലനിൽക്കുന്നതായ സന്തോഷം, സമാധാനത്തെ ഇല്ലാതാക്കുവാൻ പലരും ശ്രമിക്കുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. നിങ്ങളെ മാനസികമായി വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നതായി കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ശത്രുക്കൾക്ക് മേൽ ഒരു വിജയം എത്തിച്ചേരുവാൻ പോകുന്ന വ്യക്തികളുടെ എനർജിയും കാണുവാൻ സാധിച്ചിട്ടുള്ളതാണ്. നിങ്ങളുടെ സന്തോഷവും സമാധാനവും ഇല്ലാതാക്കുവാൻ ആരെല്ലാം ശ്രമിക്കുന്നുവോ അവർക്കെല്ലാം തടസ്സങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് മേൽ ഒരു വിജയം നേടുവാൻ
സാധിക്കുന്ന സമയം തന്നെയാണ് കടന്നു വരുന്നത് എന്ന് കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്കുള്ള അവസരങ്ങൾ തന്നെ എത്തിച്ചേരാനായി പോകുന്നു എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളിൽ പല വ്യക്തികളുടെയും ജീവിതത്തിൽ പാഠങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പല കാര്യങ്ങളും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു എന്നും അത് ഭാവിയിൽ നിങ്ങൾക്ക് വളരെ ഗുണകരമായി ഭവിക്കും എന്നും കാണുവാനായി സാധിക്കുന്നു. നിങ്ങൾക്ക് ചുറ്റുമുള്ളവരോട് ഏത് രീതിയിലുള്ള സമീപനമാണ് വേണ്ടത് എന്നിങ്ങനെ പല കാര്യങ്ങളും ഇതുവരെയുള്ള ജീവിതത്തിൽ നിന്നും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. നിങ്ങളെ സ്വയം സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതും എടുത്തു പറയേണ്ടതായ ഒരു കാര്യം തന്നെയാകുന്നു. നിങ്ങളിൽ ചില ആളുകൾ, എല്ലാവരുമല്ല, ചില വ്യക്തികൾ വളരെ സന്തോഷം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത്തരമൊരു സാഹചര്യത്തിലൂടെ നിങ്ങളിൽ പല വ്യക്തികളും മുന്നോട്ട് പോകുന്നു എന്ന് കാണുവാനായി സാധിക്കുന്നു. നിങ്ങളിലെ ആ ഒരു സന്തോഷം ചുറ്റുമുള്ളവർക്കും അനുഭവിക്കാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നവർക്കും ആ സന്തോഷം നിങ്ങൾക്ക് നൽകുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുത്തതിലുള്ള സന്തോഷമായിരിക്കാം എന്നും കാണുവാനായി സാധിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ ഇപ്പോൾ നിങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷം അനുഭവിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നും കാണുന്നു. പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിൽ ചില ആളുകൾക്ക് വളരെയധികം സന്തോഷം ജീവിതത്തിൽ അനുഭവിക്കുന്നതായ സാഹചര്യമുണ്ട്. എന്നാൽ ചില ആളുകൾ നെഗറ്റീവായ എനർജിയുടെ സാന്നിധ്യം വർദ്ധിച്ചിരിക്കുന്നു. അവരിൽ അത്തരം കാര്യങ്ങൾ വർദ്ധിക്കുന്നതായ സാഹചര്യമുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. പലരിലും ആലസ്യം ബാധിക്കുകയോ മടി കയറി കൂടിയിട്ടുണ്ട് എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ നിത്യജീവിതത്തിലെ പല കാര്യങ്ങളും ചെയ്തു തീർക്കണം എന്ന ആഗ്രഹം നിങ്ങൾക്കുണ്ട്. പക്ഷേ അത് ആരോ വിലക്കുന്നതായ സാഹചര്യം, ആരോ തടസ്സം നിൽക്കുന്നതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. നിങ്ങളുടെ മനസ്സ് മടുപ്പിക്കുന്നതായ സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നും ആ ഒരു സാഹചര്യത്തിലേക്ക് അല്പം മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ സാഹചര്യമുണ്ട് എന്നും കാണുന്നു. ഊർജ്ജസ്വലമായി തന്നെ പ്രവർത്തിക്കാനുള്ള മനസ്സ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. ഈശ്വരാനുഗ്രഹം നിങ്ങളിൽ കൂടുതലായും കടന്നു വരുന്നു എന്നും ദൈവാനുഗ്രഹം കടന്നു വരുമ്പോൾ തീർച്ചയായും എല്ലാ കാര്യങ്ങളും എല്ലാം അനുകൂലമായി തന്നെ വന്നു ചേരും എന്നാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. ചില കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം എന്നും കാണുവാനായി സാധിക്കുന്നു. നിങ്ങളിലേക്ക് വളരെയധികം സ്വാതന്ത്ര്യം കടന്നു വരുന്നു എന്ന് കാണുന്നു. പല കാര്യങ്ങളിലും സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതായ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതായാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. പല ആളുകളും മറ്റു വ്യക്തിയുടെ നിയന്ത്രണത്തിലായിരിക്കാം, അല്ലെങ്കിൽ താല്പര്യങ്ങൾക്കും തീരുമാനങ്ങൾക്കുമൊക്കെ അനുസരിച്ചായിരിക്കാം നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത്തരമൊരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. നിങ്ങളുടെ ഇഷ്ടങ്ങൾ പോലും വേണ്ട എന്ന് വെച്ച് ജീവിക്കേണ്ടതായ ഒരു അവസ്ഥയിലായിരിക്കാം നിങ്ങൾക്ക് പലർക്കും ഇപ്പോഴും ജീവിതത്തിൽ ഉള്ളത് എന്ന് കാണുവാനായി സാധിക്കുന്നു. അതിൽ ഒരു മാറ്റം, സ്വാതന്ത്ര്യം ലഭിക്കാൻ പോകുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരാനായി പോകുന്നു എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ നിയന്ത്രണങ്ങൾ അത് നിങ്ങളിലേക്ക് കുറച്ചു കൊണ്ടുവരുവാൻ സാധിക്കും എന്നും ആ ചിന്താഗതിക്ക് തന്നെ, അതായത് അവരുടെ കീഴെ നിൽക്കണം എന്ന രീതിയിലുള്ള ചിന്താഗതിക്ക് മാറ്റങ്ങൾ സംഭവിക്കാം എന്നും കാണുന്നു. അവരുടെ അനുവാദത്തോടെ, പിന്തുണയോടെയുള്ള ഒരു സ്വാതന്ത്ര്യമാണ് നിങ്ങളിലേക്ക് കൂടുതലായും വന്നു ചേരുക. പല വ്യക്തികൾക്കും അത്തരം സ്വാതന്ത്ര്യം കൂടുതലായും ലഭിച്ചു എന്ന് വരാം. നഷ്ടപ്പെട്ട ബന്ധങ്ങളെ വീട്ടും
കൂട്ടി യോജിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത്തരം അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും എന്നും കാണുവാനായി സാധിക്കുന്നു. വളരെ കാലമായി നിങ്ങൾക്ക് ബന്ധമില്ലാതെ ഇരുന്ന ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ ജീവിതത്തിൽ അനുകൂലമായി ഭവിക്കാവുന്നതാണ് എന്നും കാണുവാനായി സാധിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയെ ഏത് സാഹചര്യത്തിലും മുറുകെ പിടിച്ച് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഈ സന്ദേശത്തിലൂടെ അർത്ഥമാക്കുന്നത്.